പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. നമുക്കറിയാം, യൂട്യൂബ് ചാനൽ തുറന്ന ആകെ കാണുന്നത് ആമിദ് അറ്റക്കോയ എന്ന തങ്ങളുടെ വിവാദങ്ങളടങ്ങിയ വീഡിയോകളാണ്. നമുക്കറിയാം, കേരളത്തിൽ ഒട്ടനവധി തങ്ങന്മാരുണ്ട്. ആത്മീയ ചികിത്സ, ആത്മീയ മജ്ലിസ് അടക്കം നേതൃത്വം കൊടുക്കുന്ന തങ്ങന്മാരുണ്ട്. അവരൊക്കെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിൻ്റെ ഒരു വിമർശനം അദ്ദേഹം ഒരു തങ്ങളെന്നൊരു വിഷയത്തിലല്ല, അദ്ദേഹം തങ്ങളോ അല്ലയോ എന്നല്ല ജനങ്ങളുടെ വിഷയം. അദ്ദേഹം ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ചില കൊള്ളരായ്മയാണ് ഇവിടെ ജനങ്ങൾ ചർച്ച ചെയ്തു വരുന്നത്. 99% അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അദ്ദേഹം പുറത്ത് വിടുന്ന ഓരോ വീഡിയോകൾ നമുക്കറിയാം. ഇപ്പോൾ അടുത്ത് കൊടിമരവുമായുള്ള ഒരു വിഷയം ഞാൻ ചോദിക്കട്ടെ, ഈ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കൊടിമരത്തിന് എന്താണ് ഇത്ര വലിയ അത്ഭുതമുള്ളത്? അദ്ദേഹം പറയുന്നു, കൊടിമരത്തിൻ്റെ ചുവട്ടിൽ മന്ത്രിച്ച തേനുണ്ട്, വലിയ ഡിമാൻഡാണത്രേ, എല്ലാവരും വാങ്ങിക്കണം, വീട്ടിൽ കൊണ്ടുപോയി രോഗികൾക്ക് കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ രോഗവും ശിഫ നൽകുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ കൊടിമരത്തിന് പോലും ഇത്ര അത്ഭുതമുണ്ട് എന്ന് പറയുന്ന ഇദ്ദേഹം എന്ത് ഇസ്ലാമപരമായുള്ള അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇസ്ലാമിൻ്റെയും ദീനിൻ്റെയും പേരിൽ ഇങ്ങനെയുള്ള കൊള്ളരായ്മ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടും, ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് വസ്തുതാപരമാണ്. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ അദ്ദേഹം തങ്ങളെ മറ്റോ എന്നുള്ള ഒരു വിഷയമല്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ തങ്ങളായതുകൊണ്ടാണ് എന്നെ വിമർശിക്കുന്നു എന്ന്. ഏതെങ്കിലും തങ്ങന്മാരെ നമ്മൾ വിമർശിക്കുന്നുണ്ടോ? എത്രയോ നന്മകൾ ചെയ്യുന്ന തങ്ങന്മാരുണ്ട്. ആരെങ്കിലും വിമർശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എന്തെങ്കിലും ഒരു വിമർശനം വന്നാൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട്. ഒരുപക്ഷെ അത് പേഡ് ചാനലാവാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിരന്തരം അദ്ദേഹം ചെയ്യുന്ന ചില നന്മകളും മറ്റും വീഡിയോ ചെയ്യുന്നത്. എന്തിനാണ് ഇത്രയൊക്കെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരാൾ നന്മ ചെയ്യുന്നത് പുറലോകത്തെ ഇങ്ങനെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് ജനങ്ങൾക്ക് അറിയുമല്ലോ അദ്ദേഹം നന്മ ചെയ്യുന്നതല്ല തിന്മ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പബ്ലിസിറ്റി ആവശ്യമില്ലല്ലോ. നിരന്തരം അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോകൾ, നന്മ ചെയ്യുന്ന വീഡിയോകൾ മറ്റുമാണ് നമ്മൾ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ അതാണ് ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന നിലക്ക്. ഈ ഇടയ്ക്ക് കുറേ പാവങ്ങൾ അവിടെ ഇരിക്കുന്നു, 100 രൂപ എല്ലാവർക്കും കൊടുക്കുന്നു. വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതും ഒരു പേരക്കുട്ടി എന്ന് പറയുന്ന, റസൂലിൻ്റെ പേരക്കുട്ടി എന്ന് നിരന്തരം പറയുന്ന ഇദ്ദേഹം ഇതൊക്കെ കാട്ടിക്കൂട്ടുമ്പോൾ അത് തീർത്തും അപമാനമല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്ന വിഷയം. നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിവൈരാഗ്യ വിരോധമല്ല. കൂടുതലും നമ്മളിപ്പോൾ അടുത്ത് കണ്ടത് വിവാദങ്ങൾക്ക് ശേഷം കുറേ പ്രൊമോഷൻ വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ അനുകൂലിക്കുന്ന കുറേ ചാനലുകളുണ്ട്. തുറന്നാൽ അദ്ദേഹം വന്ന് പ്രൊമോഷൻ നടത്തുന്ന ഒരു വീഡിയോകളാണ് നമ്മൾ 90% കാണുന്നത്.